Are you ready to master funding and unlock new opportunities? Scan this QR code for details on our exclusive Funding Mastery program and explore more transformative programs on our website. Don't miss your chance to elevate your financial journey and start your path to success. വെൽക്കം എവരി വൺ. നമ്മൾ അടുത്ത ഫണ്ടിങ് സ്റ്റോറി പറയാനായിട്ട് പോകുന്നത് സ്ട്രൈപ്പ് എന്ന കമ്പനിയാണ്. സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അയർലൻഡിലാണ് തുടങ്ങിയത്. അപ്പോൾ ഇത് അതിൻ്റെ സ്റ്റാർട്ടപ്പ് മുതൽ ചെറിയൊരു സ്റ്റാർട്ടപ്പായിട്ടാണ് തുടങ്ങിയത്. സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് അത് വളർന്ന് ഇപ്പോൾ 2010 സ്ട്രൈപ്പ് തുടങ്ങുന്നത്. സ്ട്രൈപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ പണം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത് സേഫ് ആക്കുക, പ്രോംപ്റ്റ് ആക്കുക, നമ്മുടെ ശരീരത്ത് ബ്ലഡ് എങ്ങനെ മൂവ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് പണം ഉണ്ടെങ്കിൽ അത് പണം എവിടേക്ക് ലോകം മുഴുവനും നീക്കാനുള്ള ഒരു സംവിധാനം. അപ്പോൾ അത് നേരത്തെയൊക്കെ ഇലോൺ മസ്കിൻ്റെ കമ്പനിയൊക്കെ വന്നെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് സ്ട്രൈപ്പിൻ്റെ ഇത് ചെയ്തത് 2010 പാട്രിക് ആൻഡ് ജോൺ കൊളിസൺ എന്ന് പറയുന്ന കൊളിസൺ ബ്രദേഴ്സാണ്. അവർ ആ ഒരു ഫിൻടെക്കിൻ്റെ ഫൈനാൻഷ്യൽ ടെക്നോളജിയുടെ ആ ഒരു സെക്ടർ തന്നെ അവർ മാറ്റിക്കളഞ്ഞു. അപ്പം ബിസിനസ് ഗ്ലോബലി വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയിൽ അവർ മാറ്റി. അതിൽ നിന്നാണ് അവർക്ക് മാറ്റം വരുന്നത്. അപ്പോൾ ഈ കൊളിസൺ ബ്രദേഴ്സിൻ്റെ ഈ ഒരു അവർ ചെയ്യാനായിട്ട് പോയ ബിസിനസ്സുകാരുടെ വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാനായിട്ടാണ്. അപ്പം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ഫണ്ട് മൂവ് ചെയ്യിക്കാം. അവിടെ നമുക്കൊരു ടെക്നോളജി പ്രശ്നം മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആ ടെക്നോളജി പ്രശ്നം അവർക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അവർക്ക് സ്റ്റാർട്ടപ്പിൽ ഒരുപാട് ചാലഞ്ച് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും പേപ്പാൽ എലോൺ മസ്കിൻ്റെ നേരത്തെ കമ്പനി. എലോൺ മസ്ക് ആണ് നേരത്തെ, ഇപ്പോഴും പേപ്പാലുണ്ട്. പക്ഷേ പേപ്പാലൊക്കെ കഴിഞ്ഞ് സ്ട്രൈപ്പ് ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോൾ ഇതിനകത്ത് സ്ട്രൈപ്പിന് ഏറ്റവും കൂടുതൽ പറ്റിയപ്പോൾ നമ്മുടെ ലൈഫ് ലൈനൊക്കെ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലൂടെ വരുന്ന പൈസ, വെബ്സൈറ്റിൽ വരുന്ന പൈസ നമ്മളെ ബാങ്കുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ബാങ്കുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും, നമ്മളുടെ കണക്കുകളുമായിട്ട് നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ API എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. API എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നാണ്. അതെങ്ങനെ വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലൈഫ് ലൈനിലെ കമ്പ്യൂട്ടറിലൊക്കെ സോഹോ ഉണ്ട്. അപ്പം സോഹോ CRM സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ പുതിയതായിട്ട് മാറിയിട്ട് അവർക്ക് ഏതാണ്ട് 52ഓളം പ്രൊഡക്റ്റുള്ള വൃത്തായ ഒരു സിസ്റ്റമായിട്ട് മാറി. നമുക്ക് സോഹോ അക്കൗണ്ട്സാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇവരെ വിളിച്ചു. അപ്പോൾ ഇവരുടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് ഒരു വെബ് ഡെവലപ്മെൻറ്റ് കമ്പനി വന്നു, അവരുടെ പ്രോഡക്റ്റ് എടുത്തു. മറ്റൊരു നമുക്ക് AI ഒരു പ്രോഡക്റ്റ് എടുത്തു, അവരുടെ പ്രോഡക്റ്റ് എടുത്തു. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇങ്ങനെ നമ്മളൊരു 12ഓ 14ഓ പ്രോഡക്റ്റ് എടുത്തു. ഇത് 14 സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പം HR വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ എടുത്തു, അത് വേറെ കിടക്കും. അപ്പോൾ ഓരോന്നിൽ നിന്ന് ഇറങ്ങി വേറെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ API ഇൻ്റഗ്രേഷൻ വന്നപ്പോഴത്തേക്കും ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ അത് ക്ലൗഡിൽ നിന്നാണ് ഇപ്പോൾ വാങ്ങിക്കുന്നതെല്ലാം, സിസ്റ്റത്തിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ ക്ലൗഡിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ലാഭമാണ്, മന്ത്ലി സബ്സ്ക്രിപ്ഷനാണ്. നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് എന്ത് സിസ്റ്റം ഉണ്ടോ അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, നമ്മുടെ അക്കൗണ്ട്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, എവിടെയും ഒരു പിഴയും വരരുത്. അപ്പോൾ ഇത് നമ്മളൊരു 10 വർഷം മുമ്പൊക്കെ ബാങ്കുകളുമായിട്ട് ഒരുപാട് വഴക്ക് കൂടേണ്ടതായിട്ട് വന്നിട്ടുള്ള, കാരണം ഓരോ പ്രാവശ്യം ബാങ്കിൽ വരുന്ന നമ്മൾ മാനുവലി വീണ്ടും റീഎൻ്റർ ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ API ഇൻ്റഗ്രേഷൻ ലോകത്തിൽ ഇങ്ങോട്ട് വരുന്ന ഫണ്ടുകൾ അങ്ങോട്ട് പോകുന്നതോ നമ്മുടെ അക്കൗണ്ട് സിസ്റ്റമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ഈ API ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇവരുടെ സിസ്റ്റത്തിൻ്റെ ഒരു ലിങ്ക് നമ്മളുടെ സോഫ്റ്റ്വെയറുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ ഒരു ബോഗി വേറൊരു ബോഗിയായിട്ട് കണക്ട് ചെയ്യുന്ന പോലെ പിന്നെ ഒറ്റ ട്രെയിനായി തീരുമല്ലോ എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഒരു ആപ്ലിക്കേഷനും ആ സോഫ്റ്റ്വെയറും കൂടെ നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായി തീരും. അതാണ് നമുക്ക് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ API ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ API ഇൻ്റഗ്രേഷൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. തന്നെ അവർ വളരെ കാര്യമായിട്ട്, ജോൺ ആണ് ഇതിനകത്ത് മെയിനായിട്ടും. അപ്പോൾ അവർ അതിലേക്ക് ക്വാളിറ്റിയിൽ ഏറ്റവും സൂപ്പർ ക്വാളിറ്റി കൊടുക്കാനായിട്ട് പറ്റി. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു ബേസും ഇത് നല്ല രീതിയിൽ നടത്തി, കാരണം ഇവരാരും ഫണ്ട് വിദഗ്ധരല്ല. അപ്പോൾ ഈ രണ്ട് ബ്രദേഴ്സ് ഇവരൊന്നും വലിയ ഫണ്ട് വിദഗ്ധരെ, ഫണ്ടുമായിട്ട് വലിയ പരിചയമുള്ളതല്ല. പക്ഷേങ്കിൽ അവരെയൊക്കെ ഫണ്ടിങ്ങിൻ്റെ കാര്യം പഠിപ്പിക്കുന്ന, അവരുടെ പ്രൊഡക്റ്റ് വളരെ നല്ലതാകുമ്പം അവർ അപ്രോച്ച് ചെയ്യുമ്പോഴത്തെ അവർ ടേക്കപ്പ് ചെയ്യാൻ തയ്യാറാകും. ഇപ്പോൾ ഞാൻ
സക്കോയ ക്യാപിറ്റൽ നമ്മൾ ടേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ എന്താണ് പ്രോഡക്റ്റ്, എന്താണ്, ആൾക്കാർ എങ്ങനെ സ്വീകരിക്കുന്നു, നമ്മൾ എത്ര സത്യസന്ധമായിട്ട് കൃത്യനിഷ്ഠതയോടു കൂടിയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് ഉറപ്പ് വന്നു കഴിയുമ്പോൾ അവരെങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഗ്ലോബലി ഉള്ള ഫണ്ടുകൾ, ഇപ്പോൾ സക്കോയ ക്യാപിറ്റൽ മാത്രമല്ല, അതുപോലെ ഇപ്പോൾ എനിക്കൊക്കെ കണക്ഷനുള്ള വേറെ കമ്പനികളുണ്ട്. അപ്പോൾ അവർ എങ്ങനെയാണ് ഇടപെടുന്നത്? അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ 2014 സ്ട്രൈപ്പ് ഒരു 70 മില്യൺ ഫണ്ട് എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ ഫണ്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് 70 മില്യണേ എടുത്തോളൂ, പക്ഷേ ഇതങ്ങ് വളർന്ന് ഏതാണ്ട് 3.5 ബില്യൺ ആയി. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് സക്കോയ ക്യാപിറ്റൽ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ഗൈഡൻസ് കൊടുക്കുകയും മെൻറ്ററിങ് കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഫണ്ടിൻ്റെ വർക്ക് ചെയ്തതും എല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ കമ്പനി സ്കെയിലപ്പ് ചെയ്യുകയില്ല, ഗ്രോത്ത് ഉണ്ടാക്കുക, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പ ലെവൽ കഴിഞ്ഞാൽ പിന്നെ ഫണ്ട് വേണം. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്നത്, ഇപ്പോൾ ചില സംഭവത്തിൽ നമുക്ക് ചില കമ്പനികളുമായിട്ട് നമുക്ക് ഇവരുമായിട്ട് സക്കോയ പോലുള്ള കമ്പനികളുണ്ടെങ്കിൽ നമുക്കൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇനിഷ്യൽ ഫണ്ടിങ് കമ്പനികളെന്നൊക്കെ അല്ലെ ഇവരാണ് ഇടയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ ആമസോണിൻ്റെ സപ്പോർട്ട്, പിന്നെ ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, പിന്നെ ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പാർട്ട്നേഴ്സ്, അതിനൊക്കെ ഇവരുമായിട്ട് ഇവരൊക്കെ വിളിക്കുന്നിടത്ത് അവർ വരും. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കിട്ടുന്ന നെറ്റ്വർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കിട്ടുമ്പോൾ അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. അപ്പോൾ ഈ ആമസോണുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്കും ഫ്രോഡ് പ്രിവെൻഷന്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ മാനേജ്മെൻറ്റ്, പിന്നെ സ്ട്രൈപ്പിന് കുറച്ചുകൂടെ ഒരു ഡീപ്പർ ബിസിനസ് സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് ഒക്കെ പറ്റിയത് ആമസോണും ആയിട്ട് ഇടപെട്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവർ 2014 കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ യൂണിക്കോൺ ആകുമ്പോഴത്തേക്കും $1 ബില്യൺ മാർക്ക് കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു മേജർ മൈൽ സ്റ്റോൺ ആയിരുന്നു. അതോടുകൂടി ഭയങ്കരമായ ഒരു ഗ്രോത്ത് അങ്ങ് ഫ്യൂൽ ചെയ്തു, ഭയങ്കരമായിട്ട് എക്സ്പാൻഷൻ തുടങ്ങി. അപ്പം അവർക്ക് വ്യക്തമായൊരു ഫ്യൂച്ചർ വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രൈപ്പ് അന്നേരം ചെയ്ത് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത് സൂക്ഷിക്കാൻ പോവുകയല്ല ചെയ്തത്. അവരന്നേരത്തേക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടി. അപ്പോൾ അവരെന്താ വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റിനെ, സർവീസിനെ കുറച്ചുകൂടെ റീഡിഫൈൻ ചെയ്തു, ഫിൻടെക്കിനകത്ത് ഏറ്റവും മാതൃകയാകാവുന്ന രീതിയിൽ. അപ്പോൾ പേപ്പാലിനകത്ത് അതേസമയത്ത് പേപ്പാൽ ഇലോൺ മസ്ക് വിറ്റ് കഴിക്കുമ്പോഴത്തേക്കും പിന്നെ വന്ന ആൾക്കാർക്ക് ഇത്രയും ഭംഗിയായിട്ട് സ്ട്രൈപ്പുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ലൈഫ് ലൈനിന് പുറത്തുനിന്ന് വരുന്ന ഫണ്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ സ്ട്രൈപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫണ്ട് വളരെ കൃത്യമായി ഒരു പ്രശ്നമില്ലാതെ വന്നോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇൻ്റർനാഷണലി ഫണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഗവൺമെൻറ് റെഗുലേഷൻസിലൊന്നും പെടാൻ പാടില്ല, എല്ലാത്തിനും പ്രോപ്പർ ബില്ല് വേണം, ടാക്സുകൾ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് ഫണ്ട് മാനേജ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഇവിടെ അത് കഴിഞ്ഞപ്പോഴത്തെ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുകയാണ്. അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ബിസിനസ് ഫിനാൻസിൻ്റെ ഒരുപാട് ഏരിയാസ് അവർ നടത്തി കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ കൊളിസൺ ബ്രദേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ചെറിയ താഴ്ചകളൊക്കെ വന്നപ്പോഴത്തേക്കും റെസീലിയൻസ് ആയിരുന്നു, കസ്റ്റമർ ഫോക്കസ്ഡ് ആയിരുന്നു, കസ്റ്റമർക്ക് എന്താണോ വേണ്ടത്. പിന്നെ ഈ ആന്ത്രപ്രണേഴ്സിനെ ഇവർ അഡ്വൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ API ഇൻ്റഗ്രേഷൻ പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ സപ്പോർട്ട് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഫെഡറൽ ബാങ്കിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഒരുപാട് പ്രാവശ്യം ബൊമ്പാർ ചെയ്ത് വീണ്ടും അപ്പോൾ ഒരു 10-14 വർഷം മുമ്പൊക്കെ ഈ സർവീസ് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു വാല്യൂ ഡ്രിവൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇവർക്ക് കൊടുക്കാനായിട്ട് പറ്റിയത്. അതോടുകൂടി അവർ വളരെ സക്സസ്ഫുള്ളായി. അപ്പോൾ ഈ കേരളത്തിൽ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി വളരെ സക്സസ്ഫുൾ ആകണമെങ്കിൽ ഈ സക്കോയ ക്യാപിറ്റൽ പോലുള്ള വേറെ ഞാനീ പറഞ്ഞത് ഫണ്ടിങ്ങിന് മാത്രമുള്ളതാണ്. വേറെയും നമുക്ക് ഇവരൊക്കെ വിശ്വസിക്കുന്ന ഗ്ലോബൽ ഏജൻസീസ് അവരുമായിട്ട് അക്കൗണ്ടിങ്, അപ്പോൾ ഈ വളരെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് ആണ്, നമുക്ക് കോസ്റ്റ് അധികം ആകത്തില്ല. അല്ലാത്ത ആൾക്കാരെ നമ്മൾ സഹായിക്കുമ്പോഴാണ്, അവർ സഹായിക്കാൻ പോകുമ്പോഴത്തെ കമ്മിറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് പോകുമ്പോഴാണ്, പേഴ്സണൽ റിലേഷൻഷിപ്പായിട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിങ് പലപ്പോഴും നാശമാകുന്നത്. അപ്പോൾ ഇവർ തരുന്ന അക്കൗണ്ടിങ് സിസ്റ്റം കൂടെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് പോകണം. പിന്നെ നമുക്ക് തന്നെ ഒരു അക്കൗണ്ടിങ് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പം ഒരു ഫണ്ടിങ്ങിന് വേണ്ടി വരുവാണെങ്കിൽ നിങ്ങൾ വളരെ എലിമെൻ്ററി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് പഠിക്കാം, നിങ്ങളുടെ തന്നെ അക്കൗണ്ടൻ്റ് അടുത്ത് പഠിക്കുക, എന്താണ് ബാലൻസ് ഷീറ്റ്. ഒരുപാട് പേർക്ക് ബാലൻസ് ഷീറ്റ് അറിയാവുന്ന ആൾക്കാരാണ്, പക്ഷേ ബാലൻസ് ഷീറ്റ് അറിയാത്ത ബാലൻസ് ഷീറ്റിൻ്റെ ഓരോ കോളംസ് ഒരു 2 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ള ബാലൻസ് ഷീറ്റിൻ്റെ എല്ലാ കോളംസും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എല്ലാ കോളംസും,
അപ്പോൾ എവിടെ നമ്മൾ മാറ്റം വരുത്തിയാലാണ് നമുക്ക് എവിടെ കൂടുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അപ്പോൾ അതുകൂടെ വെച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ഓരോരുത്തർ ചോദിക്കുന്നത് ഞങ്ങൾ പിന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് വന്നാൽ മതിയോ? ഒന്നുകിൽ നിങ്ങൾക്ക് ഔട്ട്സൈഡ് ഏജൻസിയെ കൊണ്ട് നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാം. ചിലപ്പം ഈ മാർക്കറ്റ് റിസർച്ചിന് കേരളത്തിൽ ഏതൊക്കെ ഏജൻസി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. നന്നായിട്ട് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അത് എടുത്ത് ഇനി അവരെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ഡീറ്റെയിൽഡ് DPR ഉണ്ടാക്കി പിച്ച് ഡെക്കും ഉണ്ടാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ ഫണ്ട് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്, ഏത് രീതി വേണം, ഏതൊക്കെ രീതി പോയാൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളായിട്ടൊരു സ്റ്റോറി പറയാനുള്ളത്, ഈ ഡോർ ഡാഷ് എന്ന് പറഞ്ഞൊരു ഫുഡ് ഡെലിവറി കമ്പനി 2013 അത് തുടങ്ങിയത്. അപ്പോൾ ടോണി സു എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ പിന്നെ തുടക്കമിട്ടത്. സ്റ്റാൻലി യാങ്, അതുപോലെ തന്നെ ആൻഡി ഫാങ് ആൻഡ് ഇവാൻ മൂർ, ഇങ്ങനെ 4 പേര് ചേർന്ന് 4 ചെറുപ്പക്കാർ ചേർന്നിട്ടാണ് ഈ ഫുഡ് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഉള്ള പോലെ സുമാറ്റോ ഇങ്ങനത്തെ സാധനമൊന്നും നമുക്ക് US-ലൊന്നും കിട്ടില്ല. കാരണം യാത്രയൊക്കെ ഭയങ്കര ചിലവാണ്, എക്സ്പെൻസീവാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ വിളിച്ച് പറയുന്ന പോലെ ഫുഡ് അവിടെ എത്തില്ല. പക്ഷേ എങ്ങനെയാണ് ഈ ഡോറിൽ സംഭവം കിട്ടേണ്ടതെന്ന് അതിന് വേണ്ടിയിട്ട് അവരൊരു കമ്പനി. അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്റ്റിംഗ് കസ്റ്റമേഴ്സ് വിത്ത് ലോക്കൽ റെസ്റ്റോറൻറ്റ്സ് അക്രോസ് നോർത്ത് അമേരിക്ക, കംപ്ലീറ്റ് നോർത്ത് അമേരിക്ക മുഴുവൻ ചെയ്തു. അപ്പോൾ ഇത് അവർക്ക് അവരുടെ ഒരു മോട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ഈ ഡെലിവറി ലോജിസ്റ്റിക്സിനകത്ത് വരുന്ന ഗ്യാപ്പ് കൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, അതിലൂടെ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇവരൊരു സ്റ്റാർട്ടപ്പായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ലാർജ് കമ്പനീസുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഡോർ ഡാഷ് ഒരു ആദ്യത്തെ ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ അവർ പിന്നെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഫുഡ് ഡെലിവറി, അത് ലോജിസ്റ്റിക്സ് ശരിക്കും ജിയോ പൊസിഷനിങ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അവർ പ്രധാനമായിട്ട് നോക്കിയത് ഈ ഗറില്ല മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞതുപോലെ അണ്ടർ സർവീസ്ഡ് ഏരിയാസ് ആയിരുന്നു അവർ. അപ്പോൾ ട്രാക്ഷൻ, റിസൾട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആ ഏരിയ ആയിരുന്നു. അപ്പോൾ അവർ അതിൽ ആദ്യത്തെ തന്നെ ഫസ്റ്റ് കടമ്പയിൽ അവരൊക്കെ വിജയിച്ചു. അപ്പോൾ ഇതെപ്പോഴും നമുക്ക് ആവശ്യം നമ്മുടെ പ്രോഡക്റ്റിനകത്ത് ഈ ഒരു കടമ്പ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഫണ്ട് റേസിങ്ങിനകത്ത് ഡോർ ഡാഷ് ചെയ്തത് ഈ ഹൈ പ്രൊഫൈൽ ഇൻവെസ്റ്റേഴ്സിനെ, പിന്നെ ഗോസ്ല എന്നൊക്കെ പറയുന്ന ഗോസ്ല വെഞ്ചേഴ്സ്, പിന്നെ സപ്യോക്കിയ പോലുള്ള, അതുപോലെ സോഫ്റ്റ് ബാങ്ക് ജപ്പാൻ ബേസ്ഡാണ്, പക്ഷെ അവർ അക്രോസ് ദ ഗ്ലോബ് ഈവൻ ഇന്ത്യയിൽ അവർ സർവീസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫണ്ട് എടുത്തിട്ട് അവർക്ക് ഗ്രോത്ത് കിട്ടുന്നിടത്ത് മാത്രം ജപ്പാനീസ് സിറ്റിസൺസിൻ്റെ ഫണ്ടിലൊക്കെ ഇൻഡസ്ട്രിയുടെ ഫണ്ട് എടുത്ത് ലോകമെമ്പാടും കൊടുക്കുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് സോഫ്റ്റ് ബാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരാദ്യം ചെയ്തത് 535 ബില്യണാണ് ഇവർ ഫസ്റ്റ് റൗണ്ടിൽ എടുക്കുന്നത്. അത് അവർ ഭയങ്കര സക്സസ്ഫുള്ളായി. 2018 ആയി കഴിഞ്ഞപ്പോഴത്തെ അവരുടെ എക്സ്പാൻഷൻ ആരംഭിച്ചു. അത് പിന്നീട് അവർ സ്കെയിലപ്പ് ചെയ്ത് അവരെ പിന്നെ അത് ഗ്രോത്ത് ഫണ്ടിലേക്ക് പോയി. പിന്നെ അപ്പോൾ ഗ്രോത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തെ ഡോർ ഡാഷിന് എക്സ്പാൻഷൻ അവരപ്പോൾ പിന്നെ ഒരു പ്ലാറ്റ്ഫോം പോലെ, നമ്മുടെ ആമസോൺ പോലെ ഒരു പ്ലാറ്റ്ഫോമായി മാറി. അപ്പോൾ അവിടെ ഈ പിന്നെ ഡാഷ് പാസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിനെ ഡെലിവറി സിസ്റ്റത്തെ വളരെ നന്നായിട്ട് ഓപ്റ്റിമൈസ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഈ പിന്നെ ഡ്രൈവേഴ്സിനെ അവരിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഡ്രൈവേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അവരെ റീട്രെയിൻ ചെയ്യാനായിട്ട്, വർക്കില്ലാത്ത സമയത്തും ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഇൻകം വേണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് അവർ യൂണിക്കോൺ സ്റ്റാറ്റസ് 2018 ഡോർ ഡാഷ് യൂണിക്കോൺ സ്റ്റാറ്റസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഫണ്ടേഴ്സ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം വന്നത് 1 മില്യൻ്റെ എക്സാമ്പിളാണ്. $1 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ഡോർ ഡാഷിൽ വന്നതെന്നിരിക്കട്ടെ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന് അതും കൊണ്ട് അങ്ങ് ഡെവലപ്പ് ചെയ്ത് കയറി ഇപ്പോൾ 1 മില്യണാണ്. അപ്പം 1 മില്യൺ കൊണ്ടുവന്ന് അപ്പോൾ ഒരു 3 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ ഈ 1 മില്യൺ ഇൻവെസ്റ്റ് ചെയ്ത ആളിത് യൂണിക്കോൺ ആവുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം 40 മില്യണോ 50 മില്യണോ ആയിരിക്കും. അപ്പോൾ ദാറ്റ് മീൻസ് 50 ഇരട്ടിയാണ്. നമുക്ക് ഈ ലോകത്ത് ഏത് ബാങ്കിൽ കൊണ്ടിട്ടാൽ പറ്റും? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഇവർ അപ്പോൾ തന്നെയല്ല ഈ ഫണ്ടേഴ്സിൻ്റെ അറിവ്, കഴിവ്, കോണ്ടാക്ട്സ്, മെത്തേഡ്സ്,
അവരൊക്കെ അവരുടെ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഇല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫേംസിനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് തരിക. കാരണം നമ്മൾ പിന്നെ വളരേണ്ടത് ഒരു ഫണ്ടർ കൊണ്ടുവന്ന് $1 മില്യൺ ഇതിനകത്ത് ഇട്ടു, ഇല്ലെങ്കിൽ $50 മില്യൺ കിട്ടും. $50 മില്യൺ അവരിവിടെ കൊണ്ടിട്ടത് അതിനെ ഒരു 20 ടൈംസിൽ 50 ടൈംസ് ആക്കുക എന്നുള്ളത് നമ്മളെ കഴിഞ്ഞും കൂടുതൽ അത്യാവശ്യം ആ ഫണ്ടർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫണ്ടർ നമ്മളെ എല്ലാ വിധത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മൾ മണ്ടത്തരങ്ങൾ കാണിക്കാതെ വളരെ ഇതായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മളെ ഗ്ലോബലൈസ് ചെയ്യും, എത്തിക്കേണ്ട സ്ഥലത്ത് സ്കെയിലപ്പ് ചെയ്യാവുന്ന എല്ലാ സ്ഥലത്തേയും നമുക്ക് കൊണ്ടുപോകും. അപ്പം ഇവരുടെ ലാഭം എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ടേഴ്സ് നോക്കുമ്പോഴത്തെ അവർ നമുക്ക് കമ്പനി പൊളിഞ്ഞു പോയി തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയില്ല. നമുക്ക് ഒരു പൈസ പോലും ഈ ഫണ്ടിങ്ങിനകത്തൊന്നും കാര്യമായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇതങ്ങ് വളരുവാണെങ്കിൽ ഇവർക്ക് എന്നിട്ട് ഷെയർ നമ്മൾ നല്ലപോലെ വളർന്നു IPO ഒക്കെ ആയി. അന്നേരം ഇപ്പോൾ $1 മില്യൺ ഇട്ട ആളിന് $50 മില്യൺ 60 മില്യൺ 70 മില്യൺ ആണ് ചിലപ്പോൾ തിരിച്ച് കിട്ടുന്നത്. 5-6 വർഷം കൊണ്ട് അത്രയും സംഭവം കിട്ടുമ്പോൾ. പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരത് കൂട്ട് 50 കമ്പനികളോ 100 കമ്പനികളിലോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകെപ്പാടെ 10 കമ്പനിയോ 20 കമ്പനിയോ ആയിരിക്കും വിജയിക്കുന്നത്. അവരുടെ കഴിവ് ഈ മോശമാകാൻ ചാൻസ് ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഏറ്റവും നല്ല കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരിലേക്ക് പോകുമ്പോൾ ഈ ഫണ്ടിങ്ങിൻ്റെ മേഖലയിലുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. ഇത് നിസ്സാരമായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ആകെ ഈ ബാങ്ക് ലോൺ മാത്രമേ കിട്ടൂ. നമ്മൾ പ്രൈവറ്റ് ഇക്വിറ്റി നമുക്ക് ഒരുപാട് ഫണ്ടുകളുണ്ട്, പക്ഷേ പ്രധാനമായിട്ട് പ്രൈവറ്റ് ഇക്വിറ്റി പോലുള്ള ഫണ്ടുകൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതൊരു ബിസിനസ് ഒന്ന് സിസ്റ്റമാറ്റിക് ആവണം. അപ്പോൾ സിസ്റ്റമാറ്റിക്കായി ഞാനും നിങ്ങളോട് കൂടി ഇരുന്ന് കൊളാബറേറ്റ് ചെയ്ത്, അപ്പം നമ്മളിപ്പോൾ സക്കോയ ക്യാപിറ്റലിൽ തന്നെ അപ്രോച്ച് ചെയ്താൽ അവരൊരു 3-4 ഫണ്ടിങ് മെത്തേഡ് മാത്രമേ നമ്മുടെ അടുത്ത് പറയുള്ളൂ. അത് വളരെ നന്നായിട്ട് ചെയ്യാനുള്ള രീതിയായിരിക്കും പറയുന്നത്. പക്ഷേ അവിടെയൊക്കെ അപ്പോൾ ഈ ഒരു ആന്ത്രപ്രനർക്ക് ഈ 140 ഇപ്പോൾ ഓൾറെഡി നിങ്ങളെടുത്താൽ ഗ്ലോബലി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആന്ത്രപ്രനേഴ്സിന് പോലും ഈ 144 മെത്തേഡ് പറയാൻ പറ്റത്തില്ല, 140 മെത്തേഡ്സ് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഒരു ടീമിനെ മുഴുവൻ ഡെഡിക്കേറ്റ് ചെയ്ത് റീസെർച്ച് ചെയ്താണ് ഇതിൻ്റെ മെത്തേഡ്സ് എല്ലാം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എടുത്ത് നമ്മളിതിങ്ങനെ അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ ഫണ്ട് അല്ലെങ്കിൽ ഈ ഫണ്ട് എടുക്കാമല്ലോ ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഗുണം ചെയ്യുന്നത്, നമുക്ക് ഒന്നും അറിയത്തില്ലാത്ത ഇത് നിങ്ങളുടെ ബിസിനസ് ചിലപ്പോൾ 20 lakhs ആയിരിക്കും, 50 lakhs ആയിരിക്കും, ഇല്ലെങ്കിൽ 5 കോടി ആയിരിക്കും. പക്ഷെ നിങ്ങൾ അപ്പോൾ പോയൊരു ഒരു ഫണ്ടിങ് സർവീസസിനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പം അവർ നിങ്ങളെക്കൊണ്ട് ഇതൊന്നും ചെയ്യിക്കാനായിട്ട് ഞാൻ ഈ കൂടെ ഇരിക്കുന്ന പോലെ ഒന്നും ചെയ്യിക്കാൻ പോകുന്നില്ല. അവരാദ്യമേ എടുത്തിട്ട് നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് നോക്കും, ആ ബിസിനസ്സിൻ്റെ വളർച്ച എന്തുമാത്രം വളരാൻ സാധ്യതയുണ്ടെന്ന് നോക്കും. ഈവൻ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പല ഫണ്ടേഴ്സും 20% ഗ്രോത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ ഹാപ്പിയാണ്. ഓക്കെ, റിസ്ക് ഇല്ലാതിരിക്കണം. ഇപ്പോൾ ഈ 50 ടൈംസ് എന്നൊക്കെ പറഞ്ഞാൽ അപൂർവങ്ങളാണ്, യൂണിക്കോണൊക്കെ ആകുമ്പോഴാണ്. പക്ഷേ ഈ മുടക്കിയ പൈസ 5 വർഷം കൊണ്ട് ഇരട്ടിയാകുമെന്ന് പറഞ്ഞാലും ഫണ്ടേഴ്സ് ഹാപ്പിയാണ്. അപ്പോൾ ഫണ്ടേഴ്സ് അത് നോക്കിയിട്ടാണ് ഫണ്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു വിധം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ 10,000 ഫണ്ടേഴ്സ് ഉണ്ട്. നിങ്ങളൊക്കെ നോക്കിയിട്ട് കാണാത്തത് കൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ ഇരുന്നത് പറഞ്ഞു തരാം. അവർക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ ഫണ്ടിങ് മെത്തേഡൊന്നും ഇൻവെസ്റ്റർക്കും അറിയത്തില്ല. അവരുടെ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട്, നല്ല ഉറപ്പ് അവർക്ക് പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസും ഇല്ല കോസ്റ്റ് അക്കൗണ്ടൻറ്റും ഒക്കെ ഉണ്ട്. അവരുമായിട്ട് ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്കും അവർ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇത് ലാഭമാണ്, ചെയ്യാൻ പറ്റും എന്ന് അവർ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യണേ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിനെ ഒരു ഫോർമാറ്റിലാക്കണം. അപ്പോൾ ആ ബിസിനസ്സിനകത്ത് വരേണ്ട എല്ലാ എലമെൻസും വന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കൊരു മാർക്കറ്റ് റിസർച്ച് ആവശ്യമാണ്. ആ മാർക്കറ്റ് റിസർച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡേറ്റ, അതിൻ്റെ കൺക്ലൂഷൻ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് DPR ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ DPRും പിന്നെ അതിനെ നമുക്ക് ഈ DPR 10-90 പേജ് വരുന്നെങ്കിൽ അത് മുഴുവനും ഇൻവെസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കത്തില്ല. അപ്പം അവരുടെ ശ്രദ്ധ പോകുന്നതിന് മുമ്പ് ഒരു 10-20 മിനിറ്റിനകത്ത് നമ്മൾ പറഞ്ഞ് തീരണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 15-20 വരുന്ന പവർ പോയിന്റ് മാത്രം. പക്ഷേ അത് നമ്മൾ 90 പേജുള്ളത് അരച്ച് കലക്കി കുടിച്ചേക്കുന്ന പോലെ വേണം നമുക്കത് കൃത്യമായിട്ട് എസൻസ് വേണം നമ്മൾ പറയാനായിട്ട്. ആ സമയത്തിനകത്ത് ഇത് ഭയങ്കര ലാഭമാണ്, കോൾ അടിച്ചേക്കുന്നതെന്ന് അവരെ നമുക്ക് ബോധിപ്പിക്കാനും കഴിയണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ട്രെയിനിങ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ ലാസ്റ്റ് ഓടിക്കയറി വന്ന് നേരെ കയറി വന്ന് പൈസയും കിട്ടി ഇങ്ങോട്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ തരാനായിട്ട് പറ്റില്ല. കാരണം വെച്ചാൽ വർക്ക് തീരത്തില്ല. അപ്പം എയർലിസ്റ്റ് എപ്പോഴാണോ നിങ്ങൾക്ക് കിട്ടുന്ന എയർലിസ്റ്റ് ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് പ്രധാനമായിട്ടും നിങ്ങൾക്കുള്ള ക്വസ്റ്റനെയർ ഓരോ ബിസിനസ്സിനും ഓരോ രീതിയിലാണ്.
ഒരേ ബിസിനസ് തന്നെ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ തന്നെ ഹോസ്പിറ്റൽസിന് പല ഹോസ്പിറ്റൽസിന് നമുക്ക്, അതായത് മീഡിയം ടൈപ്പ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ചെറിയ ഹോസ്പിറ്റൽസ് ഉണ്ട്, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽസ് ഉണ്ട്, അതല്ലെങ്കിൽ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽസ് ഉണ്ട്, സർജറി മാത്രമുള്ളതുണ്ട്, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിന് പോലും നമുക്കൊരു ഒരു റിസർച്ച് സിസ്റ്റം വെച്ചുകൊണ്ട്, ഒരു മാർക്കറ്റ് റിസർച്ച് വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോന്നിനും ടൈലർ മെയ്ഡ്. ഇത് ഒരു ചാലഞ്ചാണ്. അപ്പോൾ അതെൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് തരുമ്പോഴേ ഞാൻ അതനുസരിച്ചൊരു സംഭവം തിരിച്ചിട്ട് തരുന്നത്. അത് നിങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടിരുന്ന് നിങ്ങൾക്ക് കണ്ടെത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കണ്ടെത്തി ഫില്ല് ചെയ്ത് ഉറപ്പാക്കി ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് DPR ഉണ്ടാക്കാം. DPRൻ്റെ ഓരോ ഭാഗം നിങ്ങളുടെ ഇടയ്ക്ക് നിന്ന് അത് പഠിച്ചെടുത്ത്, അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് സാധനം നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം ആ ബേസിക് സാധനം പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ഇത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ തേർഡ് പാർട്ടി വെച്ചുകൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭാഷ കുറവെന്നുള്ളതൊന്നും ഒരിക്കലും ഫണ്ടിങ്ങിനെ ബാധിക്കത്തില്ല. ഇപ്പോൾ ചൈനക്കാരൻ പോയാലും അവന് ബിസിനസ് നല്ലതാണെങ്കിൽ ഫണ്ട് കൊടുക്കും. ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലല്ലോ, അവർ ഫണ്ട് കൊടുക്കാം. ബിസിനസ് ഇവർക്ക് ഭയങ്കര വിവരമാണ്. ഇവർ കാണുമ്പോൾ അറിയാം നമ്മുടെ ബിസിനസ് വിജയിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനൊരു സിസ്റ്റം തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ എന്തിന് പോകാനായിട്ട്, ഈ ഫണ്ടിങ്ങിന് പോകാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്യുക. ഓരോ മിനിറ്റ് നമുക്ക് ഇല്ലെങ്കിൽ സമയത്തിനകത്ത് തീരത്തില്ല. ഇല്ലെങ്കിൽ ഞാനിത് 5-6 വർഷം കൂടി ഇപ്പം നടത്തുന്നത്. അപ്പം പിന്നീട് ഇത് പലൊരു കാലത്തേക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഇതിപ്പം വർഷം തോറും നടത്താവുന്ന ഒരു സംഭവമല്ല ഈ പ്രോഗ്രാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത്യാവശ്യമുള്ള ആൾക്കാരെ കണക്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.